നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭാര്യയും കാമുകനും ചേർന്ന മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന സൗരഭ് രജപുത്തിനെ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ സൗരഭിനെ കൊലപ്പെടുത്താൻ ഭാര്യ മുസ്കാൻ കാമുകൻ സാഹുലിനെ ഉപയോഗപ്പെടുത്തിയതിന് പിന്നിൽ ആഭിചാരവും ഉണ്ടെന്ന് കണ്ടെത്തൽ. 2023 നവംബർ മുതൽ മുസ്കാൻ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കടുത്ത അന്ധവിശ്വാസിയായിരുന്ന സാഹിലിനെ കൊലപാതകം തന്റെ ദൗത്യമാണെന്ന് ആൾമാറാട്ടം വഴി മുസ്കാൻ വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. സാഹിലിന്റെ മരിച്ചുപോയ അമ്മയാണെന്ന് അവകാശപ്പെട്ടാണ് സമൂഹമാധ്യമമായ സ്നാപ്ചാറ്റിലൂടെ മുസ്കാൻ റസ്തഗി സാഹിലിന് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. മുസ്കി എന്ന യൂസർ നെയിമാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. മരിച്ചുപോയ അമ്മ മറ്റേതോ ലോകത്തിരുന്ന് സംസാരിക്കുകയാണെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും കടുത്ത അന്ധവിശ്വാസിയായ സാഹിലിനെ വിശ്വസിപ്പിക്കാൻ മുസ്കാന് കഴിഞ്ഞു. സഹോദരന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് 3 വ്യാജ അക്കൗണ്ടുകൾ കൂടി ഉണ്ടാക്കിയ മുസ്കാൻ തന്റെ അമ്മയുടെയും സഹോദരന്റെയും പേരിലും സാഹിലിന് സന്ദേശങ്ങൾ അയച്ചിരുന്നു. കുടുംബം തങ്ങളുടെ ബന്ധത്തെ അംഗീകരിച്ചുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. സൗരഭിനെ കൊലപ്പെടുത്തണമെന്ന് മരിച്ചുപോയ അമ്മയാണെന്ന വ്യാജേന മുസ്കാൻ സാഹിലിനോട് ആവശ്യപ്പെടുകയായിരുന്നു. കൊലപാതകം നടത്തേണ്ടത് സാഹിലിന്റെ ദൗത്യമാണെന്നും അത് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്ന നിരവധി സന്ദേശങ്ങൾ മുസ്കാൻ വ്യാജ അക്കൗണ്ട് വഴി അയച്ചതായുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മകനെ രാജ, ഇനി ഞാൻ തിരികെ വരില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും, അജ്ഞാത ശക്തി നിന്നെ സംരക്ഷിക്കുമെന്ന് സന്ദേശങ്ങളിലുണ്ട്. സൗരഭിനൊപ്പം കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കാനാവില്ലെന്ന പേടിയാണ് മുസ്കാനെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും കുറച്ചു നാളുകളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. US-ൽ നിന്ന് നാട്ടിലെത്തിയ സൗരഭിനെ മുസ്കാനും സാഹിലും ചേർന്ന് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ ശേഷം ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് വീപ്പയിൽ നിറച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. ജയിലിൽ കഴിയുന്ന പ്രതികൾ ലഹരിക്കടിമകളാണെന്നും ലഹരി ആവശ്യപ്പെട്ട് ജയിലിൽ നിരന്തരം സംഘർഷം ഉണ്ടാക്കുകയാണെന്നുമുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്.